പറയേണ്ടത് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം നൽകണോ അതോ റിമാൻഡിലേക്ക് വിടണോ എന്നുള്ള കാര്യം വാദം ശക്തമാക്കുകയാണ്. അഡ്വക്കേറ്റ് രാമൻ പിള്ളയാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി പ്രതിയുടെ ജാമ്യം പരിഗണിക്കുന്ന സമയത്ത് ഹാജരായിട്ടുള്ളത്. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ടോം കുര്യാക്കോസ് വീണ്ടും ചേരുകയാണ്. ടോം, പ്രധാനപ്പെട്ട വക്കീലിനെ തന്നെ ഇറക്കിയാണല്ലോ ബോബി ചെമ്മണ്ണൂർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുന്നത്. തീർച്ചയായും മഞ്ജുഷ്, നമുക്കറിയാം രാമൻ പിള്ള കേസ് ഇന്നലെ തന്നെ ബോബി ചെമ്മണ്ണൂർ ഏൽപ്പിച്ചിരുന്നു. അതായത് തുടക്കത്തിൽ മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കം ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. ഈ കേസ് കഴിഞ്ഞ ദിവസമാണ്, അതായത് 2 ദിവസം മുൻപാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ഹണി റോസിന്റെ പരാതിയിൽ ലൈംഗിക അധിക്ഷേപം ഉൾപ്പെടെയുള്ള കേസുകൾ ചുമത്തി, സ്ത്രീത്വത്തെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള ജാമ്യം ഇല്ലാ വകുപ്പുകൾ ചുമത്തി ബോബി ചെമ്മണ്ണൂരിനെതിരെ കേസെടുക്കുന്നത്. അപ്പോൾ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുനിന്ന് മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കങ്ങൾ തുടങ്ങിയിരുന്നു. അന്ന് കിട്ടിയിരുന്ന ഒരു നിയമോപദേശം അതായിരുന്നു തൽക്കാലത്തേക്ക് സംസ്ഥാനത്ത് നിന്ന് മാറി നിൽക്കുക. അതായത് ഒളിവിൽ പോകാനുള്ള ശ്രമമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. പിന്നീട് കർണാടകയിലേക്ക് കടന്ന് അവിടെ നിന്നും മുൻകൂർ ജാമ്യം നേടിയ ശേഷം പോലീസിന് മുൻപാകെ ഹാജരാകുക, ഈ ഒരു നീക്കമായിരുന്നു ബോബി ചെമ്മണ്ണൂരിന്റെ ഭാഗത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ നീക്കങ്ങളെല്ലാം പൊളിച്ചുകൊണ്ട്, ഒളിവിൽ പോകാനുള്ള നീക്കവും മുൻകൂർ ജാമ്യത്തിനുള്ള നീക്കവും എല്ലാം പൊളിച്ചുകൊണ്ടാണ് പോലീസിന്റെ അതിവേഗത്തിലുള്ള നടപടി ഉണ്ടാകുന്നത്. പോലീസ് ഇന്നലെ രാവിലെ വയനാട്ടിലെ റിസോർട്ടിൽ നിന്നും ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുക്കുന്നത്. പുലർച്ചെ തന്നെ വയനാട്ടിലെ റിസോർട്ടും പരിസര പ്രദേശങ്ങളും കൊച്ചി പോലീസ് വളഞ്ഞിരുന്നു. അതിനുശേഷം അവിടെ നിന്നും, ഈ റിസോർട്ടിൽ നിന്നും കർണാടകയിലേക്ക് കടക്കാനുള്ള നീക്കത്തിനിടെയാണ് ബോബി ചെമ്മണ്ണൂരിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. പിന്നീട് രാമൻ പിള്ള തന്നെ ഈ കേസ് ഏറ്റെടുക്കുന്നു. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി ഇന്ന് കോടതിയിൽ ഹാജരാകുന്നു. വളരെ ശക്തമായിട്ടുള്ള വാദങ്ങളാണ് ഇരുഭാഗവും ഇപ്പോൾ കോടതിയിൽ ഉന്നയിക്കുന്നത്. എന്തിന് അറസ്റ്റ് ചെയ്തു? അറസ്റ്റിന്റെ തന്നെ ആവശ്യം ഉണ്ടായിരുന്നില്ല. മുഴുവനുള്ള സമൂഹ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറച്ച് ഒരു പബ്ലിസിറ്റി ആയിരുന്നു പോലീസിന്റെ നീക്കം തുടങ്ങിയ വാദങ്ങൾ തന്നെ അവർ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ നമുക്ക് ഈ ഒരു കേസ് വിശദമായി തന്നെ പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യമുണ്ട്. ഇതുപോലെ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ ലൈംഗിക അധിക്ഷേപത്തിന് ഇരകളാകുന്ന പല കേസുകൾ നമുക്കറിയാം. പക്ഷേ ഇതിനു മുൻപൊക്കെ പലപ്പോഴും പോലീസിന് മുൻപാകെ, സൈബർ പോലീസിന് മുൻപാകെ പരാതിയുമായി യുവതികൾ സമീപിച്ചിട്ടും അന്നൊന്നും ഒരു കേസെടുക്കുന്ന സാഹചര്യം, അല്ലെങ്കിൽ കേസെടുക്കുക, അറസ്റ്റ് ചെയ്യുക, പിന്നീട് ജാമ്യത്തിൽ വിട്ടയക്കുക, ദുർബലമായ വകുപ്പുകൾ മാത്രമായിരുന്നു ചുമത്തിയിരുന്നതെങ്കിൽ നമുക്കറിയാം ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലൊക്കെ പലപ്പോഴും സ്ഥാനാർത്ഥികൾക്കും അവരുടെ ബന്ധുക്കൾക്കും ഒക്കെ എതിരെ വലിയ രീതിയിൽ സൈബർ ആക്രമണം ഉണ്ടാകുക, അവരുടെ വസ്ത്രവുമായി ബന്ധപ്പെട്ട്, വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടൊക്കെ വലിയ രീതിയിൽ അധിക്ഷേപം നടത്തി, ഇത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ട് അവർ പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായതാണ്. പക്ഷേ ഇവിടെ കേരള പോലീസ് ഒരു കൃത്യമായ സന്ദേശം നൽകുന്നുണ്ട്. ഇതുപോലെ ലൈംഗിക അധിക്ഷേപം നടത്തുന്ന, മോശമായ കമന്റുകൾ ഇടുന്നവർക്കെതിരെ, സമൂഹ മാധ്യമങ്ങളിൽ ഇടുന്നവർക്കെതിരെ കടുത്ത നടപടി തന്നെ സ്വീകരിക്കും. പ്രത്യേകിച്ചും ഈ ഹണി റോസിന്റെ കേസ് എടുത്ത് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാകും. ഹണി റോസിന്റെ ഫേസ്ബുക്ക്, സമൂഹ മാധ്യമ അക്കൗണ്ടുകളൊക്കെ പോലീസിന്റെ കൃത്യമായ നിരീക്ഷണത്തിലാണ്. ഈ സമീപ ദിവസങ്ങളിൽ ഹണി റോസിന്റെ ഫേസ്ബുക്കിന്റെ മറ്റും താഴെ കമന്റുകളായി ഇടുന്നവർക്കെതിരെയും അവരും ഏതെങ്കിലും രീതിയിൽ മോശമായി അപകീർത്തിപ്പെടുത്തുന്ന ആളുകൾക്കെതിരെയും കടുത്ത നടപടികൾ തന്നെ പോലീസ് സ്വീകരിക്കുന്നുണ്ട്. ഈ ദിവസങ്ങളിൽ കൂടുതൽ പേർക്കെതിരെ കേസുകൾ എടുക്കുന്നുണ്ട്. കൂടുതൽ അറസ്റ്റുകളും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടാകുമെന്നാണ് പോലീസ് നൽകുന്ന വിവരവും. മഞ്ജുഷ്, വാദം തുടരുകയാണ്. ഇപ്പോഴും കോടതിയിൽ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ആവർത്തിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകൻ ജാമ്യം നൽകണം എന്നുള്ള ആവശ്യം ആവർത്തിക്കുന്നു. അതുപോലെ തന്നെ വീഡിയോ ദൃശ്യങ്ങൾ ഹാജരാക്കാം എന്നുള്ള കാര്യം വീണ്ടും വാദമുഖമായി ഉന്നയിക്കുകയാണ് പ്രതിഭാഗം അഭിഭാഷകൻ ചെയ്യുന്നത്. പക്ഷെ നേരത്തെ മജിസ്ട്രേറ്റ് പറഞ്ഞതാണ് അതിന്റെ ആവശ്യമില്ല എന്ന്. വീഡിയോ ദൃശ്യങ്ങളിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോഴും പ്രതിഭാഗം അഭിഭാഷകൻ. ആ വീഡിയോ ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തെറ്റ് ചെയ്തിട്ടില്ല പ്രതി എന്നുള്ള കാര്യം ബോധ്യമാകും എന്നാണ് ബോബി ചെമ്മണ്ണൂരിന് വേണ്ടി അഭിഭാഷകൻ ആവർത്തിച്ച് പറയുന്നത്. അവിടെ അങ്ങനെ ഒരു ലൈംഗിക അധിക്ഷേപം ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു അംഗവിക്ഷേപം നടത്തിയിട്ടില്ല എന്നുള്ള കാര്യവും ആവർത്തിച്ച് കോടതിയെ ബോധ്യപ്പെടുത്തുവാനുള്ള ശ്രമമാണ് നടക്കുന്നത്. പക്ഷേ വീഡിയോ ദൃശ്യങ്ങളുടെ ആവശ്യമില്ല എന്നുള്ള കാര്യം നേരത്തെ തന്നെ മജിസ്ട്രേറ്റ് വ്യക്തമാക്കിയതാണ്. പക്ഷേ വീണ്ടും ഇക്കാര്യം ആവശ്യപ്പെട്ടിരിക്കുകയാണ് പ്രതിഭാഗം. ഫോൺ കസ്റ്റഡിയിൽ ഉണ്ടല്ലോ, പിന്നീട് എന്തെങ്കിലും വിവരം വേണമെങ്കിൽ വിളിപ്പിച്ചാൽ മതി, റിമാൻഡ് വേണ്ടതില്ല. ഇതാണ് അവസാനമായി പ്രതിഭാഗം പറയുന്നത്. വീഡിയോ തെളിവ് നൽകാം, പരിശോധിക്കണം എന്ന് ആവർത്തിക്കുക പ്രതിഭാഗം
ചെയ്യുന്നത്. സാമൂഹ്യ മാധ്യമങ്ങളിൽ വാർത്തകൾ നിറച്ച് പബ്ലിസിറ്റി നൽകുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതിനുവേണ്ടിയാണ് ഈ അറസ്റ്റ് എന്നുള്ള കാര്യവും പ്രതിഭാഗം കോടതിയെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അറസ്റ്റിന്റെ ആവശ്യം പോലും ഉണ്ടായിരുന്നില്ല. എന്തിനാണ് അറസ്റ്റ് എന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല എന്നുള്ള കാര്യവും പ്രതിഭാഗം പറയുകയാണ്. അന്വേഷണവുമായി പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം പ്രതിഭാഗം പറയുന്നു. ഫോണുകൾ കസ്റ്റഡിയിലെടുത്ത കാര്യം പറയുന്നു. ഇനി ജാമ്യം നൽകിയാൽ കേസിനെ ഒരു തരത്തിലും അത് ബാധിക്കുകയില്ല എന്ന് പറയുന്നു. ലൈംഗിക ചുവയുള്ള പരാമർശങ്ങൾ അല്ല എന്ന് പറയുന്നു. 30 മണിക്കൂറായി പോലീസിന്റെ കസ്റ്റഡിയിലാണ് എന്നുള്ള കാര്യവും കോടതിയെ ബോധിപ്പിക്കുകയാണ്. എന്തായാലും അല്പസമയത്തിനകം കോടതി ഈ കേസിൽ ഒരു വിധി പ്രസ്താവം നടത്തും. ജാമ്യം കൊടുക്കണോ അതോ റിമാൻഡാണോ എന്ന കാര്യം അല്പസമയത്തിനകം ബോധ്യമാകും. വീണ്ടും എതിർപ്പുമായി പ്രോസിക്യൂഷൻ വന്നിട്ടുണ്ട്. പുതിയ വകുപ്പിന്റെ ഉദ്ദേശ്യം തന്നെ ഇത്തരം കുറ്റകൃത്യം തടയുക എന്നുള്ളതാണ് എന്ന് പ്രോസിക്യൂഷൻ പറയുന്നു. ജാമ്യം നൽകരുത് എന്ന് ആവർത്തിച്ച് കോടതിയോട് ആവശ്യപ്പെടുകയാണ്. വാദം കുറച്ചു നേരമല്ല, കൂടുതൽ നേരമായി ഇപ്പോൾ നീണ്ടു നിൽക്കുകയാണ്. കാരണം ജാമ്യാപേക്ഷ കൂടി പരിഗണിക്കുന്നുണ്ട് CJM കോടതി. അതിനാലാണ് കൂടുതൽ വാദങ്ങളിലേക്ക് പോകുന്നത്. പ്രോസിക്യൂഷൻ ഒരു തരത്തിലും ജാമ്യം നൽകരുത് ബോബി ചെമ്മണ്ണൂരിന് എന്ന കാര്യം ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അതേസമയം ജാമ്യം നൽകണം, ഗുരുതരമായ കുറ്റമല്ല, ഏതു തരത്തിലും അന്വേഷണവുമായി സഹകരിക്കും എന്നുള്ള കാര്യമാണ് പ്രതിഭാഗം അഭിഭാഷകൻ പറയുന്നത്. അല്പസമയത്തിനകം കോടതിയിൽ നിന്ന് വിധി പ്രസ്താവം ഉണ്ടാവും. ഇടവേളയ്ക്ക് ശേഷം